മെമ്പർ നബീന ഹബീബ്, കൃഷി ഓഫീസർ, നമ്മുടെ സഹമെമ്പർമാരായിട്ട് രണ്ട് ഫാറൂഖുകൾ, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ കർഷക സുഹൃത്തുക്കൾ, കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു. ഞാറ്റുവേല എന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് സാമൂതിരി രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് പോർച്ചുഗീസുകാർ കുരുമുളക് കൊണ്ട് പോവുകയാണ്. അത് കണ്ടപ്പോൾ സാമൂതിരി രാജാവിനോട് വളരെ ആശങ്കയോടുകൂടി കർഷകൻ വന്ന് പറഞ്ഞു, പോർച്ചുഗീസുകാർ നമ്മൾ കുരുമുളകിൻ്റെ വണ്ടി കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂതിരി രാജാവ് മറുപടി കൊടുത്തു, വണ്ടി അവർ കൊണ്ടുപോയിക്കോട്ടെ, ഞാറ്റുവേലയും തിരുവാതിരയും അവർ കൊണ്ടുപോകുമോ എന്നൊരു മറുപടി കൊടുത്തു. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഞാറ്റുവേല, തിരുവാതിര എന്ന് പറയുന്ന ഈ കാലാവസ്ഥകൾ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പിന്നെ ഒരു ബാർട്ടർ സിസ്റ്റത്തിൻ്റെ സംഗതികൾ പറഞ്ഞു. അത് പണ്ട് കാലത്ത് നാണയം വരാത്ത കാലത്ത്, അതായത് പണം നിലവിൽ വരാത്ത കാലത്ത് ആളുകൾ ചെയ്തിരുന്ന സംഗതിയാണ്. അവരുണ്ടാക്കുന്ന കൃഷി അങ്ങോട്ട് കൊടുക്കുക, മറ്റവർ നിന്നിട്ട് വാങ്ങുക, സാധന കൈമാറ്റ വ്യവസ്ഥയായിട്ട് പറഞ്ഞത്. പക്ഷെ അതൊക്കെ ഇനിയിപ്പോൾ പ്രായോഗികമാകുമെന്ന് അറിയില്ല. നമ്മളുണ്ടായ തേങ്ങയൊക്കെ പാടെ ലോഡ് കയറ്റി കൊടുക്കുന്നത് കൃഷിഭാഗം ബാക്കി ഉള്ള കുമ്പളങ്ങി പച്ചക്കറി നമ്മൾ വാങ്ങിക്കൊണ്ടുള്ള സിസ്റ്റം ഉണ്ടാവുമെന്ന് അറിയില്ല. അതൊന്നും വരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് പറയുന്നത് സാധന കൈമാറ്റത്തെക്കാൾ കൂടുതൽ കൃഷിക്ക് ആവശ്യമായിട്ട് കൂട്ടായ്മ, ഐക്യം നിർബന്ധമാണ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, കർഷകരും പരസ്പരം സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന കന്നുകളെ കൊണ്ടുപോയിട്ട് കുട്ടനായിട്ട് പത്തായത്തിൽ ബാലകൃഷ്ണനായിരുന്നു മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പാടത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുകയും അടുത്ത ഒരു 2-3 ആഴ്ച നമ്മുടെ പാടത്തേക്ക് അവരുടെ കന്നിനൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ നെല്ലൊക്കെ നടന്ന് സംഗതി ഉണ്ടായിരുന്നു. പിന്നെ വെള്ളം തിരിക്കുന്ന കാര്യത്തിലൊന്നും അന്ന് തലപ്പോ കർഷകരൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ വെള്ളം നമുക്ക് കഴിഞ്ഞാൽ അടിത്ത കണ്ടത്തിലേക്ക് വെള്ളം തിരിക്കുന്നൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. അങ്ങനെ കൂട്ടായ്മ കർഷക വിജയത്തിന് ആവശ്യമാണ്. പരസ്പരം സഹകരണത്തോടു കൂടി പോവുകയാണെങ്കിൽ ചെലവ് ചുരുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ കൂട്ടാനും നമുക്ക് സാധിക്കും. ആ സഹകരണവും കൂട്ടായ്മയുമാണ് ഈ ഞാറ്റുവേലയിലൂടെയും കർഷക സമയത്തിലൂടെയും നമുക്ക് ഉണ്ടായിരുന്നത്. കർഷകൻ യഥാർത്ഥത്തിൽ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് ഇതിന് വരുന്ന രോഗങ്ങളാണ്. ഒരു തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം 10-40 തെങ്ങ് വെച്ചത്, ആ ഫുള്ളം തന്നെ വെച്ചത്. പക്ഷെ ആ സാധനം നമുക്ക് പിന്നെ മുഖ്യമായിട്ട് ആ സാധനം ഉണ്ടാകുന്നില്ല. അതിന് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ പട്ടൻ പിന്നെ ചീഞ്ഞ് അതിൻ്റെ കൂമ്പ് ഒന്നായിട്ട് അതിനെ കുറിച്ചാൽ ഒന്നിച്ച് പോരുന്ന അവസ്ഥയിലേക്ക് സംഗതികൾ പോകാം. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംഗതികൾ നമ്മൾ കാണാം. അത് ശാസ്ത്രീയമായ രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് പഠനം ഉണ്ടാവും. പക്ഷെ അത് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുക. ഞാൻ വൈസ് പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകൾ, താഴ്ത്തൂർ ഗ്രാമപഞ്ചായത്ത് ശീലം പറഞ്ഞ് 70 ലക്ഷം രൂപ മാറ്റിവെക്കും. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പദ്ധതികൾ മാറ്റിവെക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്നാലും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? തമിഴ്നാട്ടിൽ വരുന്ന സാധനം നമ്മൾ വാങ്ങേണ്ട അവസ്ഥ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി റോഡ് സൈഡിൽ എങ്ങനെ നോക്കി നടക്കുകയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു മോചനം വേണം. അതായത് മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സമകൾ ചെയ്യേണ്ടത്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ഥിതാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ വായ്പയാണ്. കാരണം കൃഷിയിൽ യുവതലമുറ വരിക എന്നത് വളരെ അത്യാവശ്യമാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികൾ എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ട്. കേരളത്തിൽ ഇഷ്ടംപോലെ സീറ്റ് എഞ്ചിനീയറിംഗിനുണ്ട്. പക്ഷെ ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതാർക്കും ജോലി കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം വരാൻ പോവാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ മാറിപ്പോവുകയാണ്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ഏറ്റവും സ്കോപ്പുള്ള ഫീൽഡുമാണ്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന് സജഷൻ വെക്കാൻ ഏറ്റവും നൂതനമായ കൃഷി രീതികൾ നമുക്ക് കൊണ്ടുവരാം. നമ്മൾ പഴഞ്ച രീതിയിലുള്ള കൈക്കോട്ടും ആ പരിപാടിയേക്ക് മുന്നോട്ട് പോയാൽ നമുക്ക് കഴിയില്ല. കൂലിക്കാരുടെ വിളിച്ചാൽ നമുക്ക് മുതലാവില്ല. 1000 രൂപ കൂലി കൊടുക്കണം. പക്ഷെ ആ കൂലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ ഉണ്ടാക്കിയാലും നമ്മൾ വാഴ ഉണ്ടാക്കിയാലും ചേമ്പ് ഉണ്ടാക്കിയാലും ചേന ഉണ്ടാക്കിയാലും അതിൽ നിന്ന് ആദായം നമുക്ക് കിട്ടില്ല. കർഷകർ എന്നും കടത്തിൽ തന്നെയാണ്, എന്നും കടയിരിക്കും, യാതൊരു രക്ഷയില്ല. അപ്പൊ അതിന് മോചനം ഉണ്ടാകണമെങ്കിൽ അതിനൂതനമായ കൃഷി രീതികളുണ്ട്. ഹൈഡ്രോപോണിക്സിന്റെ കുറെ സംഭവങ്ങളുണ്ട്.
ആ സംഗതികൾ പഠിച്ച് ഇവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള സംഗതികൾ പഠിച്ച് മനസ്സിലാക്കി താഴെക്കോട് പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കണം. മനുഷ്യ ഓഫീസറാണ് ലീഡ് ചെയ്യേണ്ടത്. ആ പുതിയ രീതികൾ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കർഷകരെ രക്ഷപ്പെടുത്തി അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ കുട്ടികളോട് ക്ലാസ്സിനെ പഠിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ അംഗീകരിക്കേണ്ടത് ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന പാട്ടോടുക്കല്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കലക്ടറല്ല നമ്മൾ കൂടുതൽ ആദരിക്കേണ്ടത്. ഈ കലക്ടറാണെങ്കിലും ഈ എഞ്ചിനീയറാണെങ്കിലും ഡോക്ടറാണെങ്കിലും അല്ലെങ്കിൽ ഏത് വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും എണീറ്റ് നടക്കണമെങ്കിൽ ആരും മണ്ണിൽ പോയി പണിയെടുക്കണം, കർഷകർ പോയി പണിയെടുക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ അവാർഡ് നൽകേണ്ട ആളാരാന്ന് വെച്ചാൽ അത് കർഷകൻ തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യജീവികളും അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അവർക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ് സമൂഹത്തിൽ നൽകേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തി ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും